നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓ അത് ശരി, ചായ കുടിക്കായിരിക്കും അല്ലേ? ഒരുപാട് ലേറ്റ് ആയല്ലോ. ഇവിടെ തിരിച്ചു പോകാൻ വണ്ടി കിട്ടുമോ? പ്രഭാവതി ഇന്ന് പോകുന്നില്ല. കല്യാണം കഴിയുന്നത് വരെ ഇവിടെ താമസിക്കാൻ പോവാ. അപ്പൊ പിന്നെ ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കേണ്ടി വരുമല്ലോ. അല്ല, കല്യാണം നടക്കാനേ പോകുന്നില്ലല്ലോ. അതൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം. നീ വെറുതെ തല പുണ്ണാക്കണ്ട. ശരി ശരി ശരി. കല്യാണക്കാര്യത്തിൽ എന്തായാലും ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഇവിടുത്തെ താമസക്കാര്യം അതിൽ ഞാൻ ഇടപെടും അമ്മേ. കാര്യം ഞാനിപ്പോ ഒരു ഹൗസ് ഓണർ അല്ലേ. ഒരു ഹൗസ് ഓണർക്ക് സ്വന്തം വീട്ടിൽ ആരൊക്കെ താമസിക്കണം താമസിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ? പ്രഭുമോൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം? പല പ്രശ്നങ്ങളും ഉണ്ട് മുത്തശ്ശി. പക്ഷേ അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നിപ്പോ നേരെ ഇത്ര ആയതുകൊണ്ട് ഇറക്കി വിടുന്നൊന്നുമില്ല. നാളെ ഇവിടെ കണ്ടേക്കരുത് കേട്ടോ. നിന്റെ അമ്മയായിപ്പോയി. അതാ ആ സ്ത്രീയുടെ ശാപം. അപ്പൊ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. ഞാൻ ഇറങ്ങാം. ഇവിടെ നിന്ന് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ പ്രഭാവതി. അവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. അവളങ്ങനെ പല വിവരദോഷങ്ങളെ എഴുന്നള്ളിക്കും. നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. എന്നെ അപമാനിക്കുക ദേവിക ചെയ്തത്. ഞാനിതെങ്ങനെ സഹിക്കും? നാളെ അവൾ എന്നെ ബലമായിട്ട് പുറത്തിറക്കിയാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. അത് നിനക്കെങ്ങനെ അറിയാം? തർക്കം വേണ്ട. ഞാൻ സംസാരിക്കാൻ ദേവികയോട്. എന്നിട്ട് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം. ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കും. അത് മതി. ഇപ്പോഴത്തെ സാഹചര്യത്തില് പ്രഭാവതി വേറൊരിടത്ത് പോയി താമസിക്കുന്നത് തീരെ ശരിയല്ല. പോവരുത്. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കണം. ഇനി ഇങ്ങനെയുള്ള അപമാനങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പു തരണം. എന്നാ നിക്കാം. ഒന്നും ഉണ്ടാവില്ലമ്മേ. അത് ഇവര് പറയട്ടെ. പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഗ്യാരണ്ടി. ചന്ദ്ര എവിടെയായി കറങ്ങി നടക്കുന്നത്? അച്ഛാ, ഞാൻ അന്വേഷിക്കാറില്ല. ഇപ്പൊ അവള് എന്റെ മനസ്സിലേ ഇല്ല. അതുകൊണ്ട് അവൾ എവിടെ പോയാലും എനിക്കൊന്നുമില്ല. ആ നിലപാട് ശരിയല്ല മോനെ. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ നിന്നോടേ എല്ലാരും ചോദിക്കൂ. അപ്പോ ഈ ന്യായം പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ നിനക്ക് പറ്റിയാലേ. അച്ഛാ, ഞാൻ അന്വേഷിക്കണമെന്നാണോ അച്ഛൻ പറയുന്നേ? അവൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവളിപ്പോ ആ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ പുറകെ നടക്കോ? അതിന് വിഷ്ണു അല്ലേ ഓഫീസിലിരുന്നത്? അതെ, കൂടെ അവളും ഉണ്ടല്ലോ. പറ്റിയ ആൾക്കാര്. അതൊന്നും പറ്റില്ല എന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ? പറഞ്ഞാ തലേ കയറുന്ന ടൈപ്പാണോ? എന്തായാലും അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് അന്വേഷിച്ചു വെച്ചേക്കാം. ഈ അന്വേഷണം പോലും അവൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും തൽക്കാലം നമ്മൾ നോക്കണമെന്നില്ല. ഈ വീട്ടിൽ അവൾ താമസിക്കുന്നിടത്തോളം കാലം നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യണം. അവളുടെ വായിലിരിക്കുന്നതും കൂടി നമ്മൾ കേൾക്കേണ്ടി വരും. അത് സാരമാക്കണ്ട മോനെ. ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വരെ നമ്മുടെ കടമയാ അവളെ നോക്കുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യണം. മനസ്സിലായോ? ഞാൻ ചെയ്തോളാം. നല്ല നിമിത്തമാണല്ലോ. ആര്? ഞാനോ? അതെപ്പോഴും അങ്ങനല്ലേ.
പത്രത്തില് ഞാനൊരു വാർത്ത വായിക്കുമായിരുന്നു. വായിച്ചിങ്ങനെ കണ്ണെടുത്ത് നോക്കിയപ്പോ കണ്ടത് നിന്നെ. വാർത്ത എന്താന്ന് കേക്കണ്ടേ? വായിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. തിരുവനന്തപുരം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നടേശൻ, റൂബി എന്നിവരുടെ മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ സർക്കാർ ചുമതലപ്പെടുത്തി. കൊലപാതകയെ കണ്ടെത്താൻ സംസ്ഥാന പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിനെ സർക്കാർ കേസ് ഏൽപ്പിച്ചത്. ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കും. ഇതാണോ ഇത്ര വലിയ കാര്യം? പേടിച്ചില്ല? ഒട്ടും പേടിച്ചില്ല. ഞാനെന്തിനാ പേടിക്കുന്നേ? ആ കൊലപാതകം ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഉണ്ടെന്ന് ഞാൻ പറയും, നാളെ ക്രൈംബ്രാഞ്ചും പറയും. തെളിവുണ്ടോ? അതൊക്കെ അവര് കണ്ടെത്തിക്കോളും. എന്റെ ഊഹം ശരിയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ. നിന്റെ കാര്യം പോക്കാം മോനെ. സംസ്ഥാന പോലീസിനെ പോലൊന്നും അല്ല ഈ ക്രൈംബ്രാഞ്ച്. വെടുക്കന്മാരാ. നിന്നെ അവര് ചട്ടിയിലിട്ട് വറുക്കും, ഈ കടുക് വറുക്കുന്ന പോലെ. അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. ദേന്ന് വന്ന് ചൂന്നങ്ങ് പോകും. നിന്റെ മനസ്സ് കടന്ന് പിടയ്ക്കുന്നത് എനിക്ക് കാണാം. അഭിനയിക്കാൻ നീ അത്രയ്ക്ക് അങ്ങോട്ട് പോരല്ലോ. മനസ്സിലുള്ളത് മൊത്തം നിന്റെ ഈ മുഖം വിളിച്ചു പറയുന്നുണ്ട്. ദൈവമേ, എത്രയും പെട്ടെന്ന് അവർക്ക് പ്രതിയെ പിടിക്കാൻ പറ്റണേ. ആദ്യം പ്രതി കുറ്റം സമ്മതിക്കാതിരിക്കണേ. അവര് 3ാം മുറ പ്രയോഗിക്കണേ. ഓലക്ക കൊണ്ട് ശരീരം മുഴുവൻ അങ്ങ് ഉരുട്ടണേ. നഖത്തിനിടയിൽ മുട്ടുസൂചി അടിച്ചു കേട്ടണേ. സങ്കല്പ കസേരയിലിരുത്തി കാവടി ആടിക്കണേ. മതിയടി, നിർത്ത്. നിന്റെ മോഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ലേ? ഒന്നും ചെയ്യില്ല. നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റാതെ വരും. വായിച്ചു നോക്ക്, ഇപ്പോഴത്തെ വാരം കുറച്ചുകൂടി കൂടും. ഹലോ, അറിഞ്ഞല്ലോ അല്ലേ? എന്ത്? ആ റൂബിയുടെ നടേശ സാറിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകും. ഓർഡർ ഇറങ്ങിയോ? ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്. നന്നായി.